ലവ് ആണോ ലെസ്റ്റ് ആണോ ഇമാതിരി ആക്രി ചോദ്യം ചോദിച്ചോണ്ട് വരുന്നത് വരുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ബെസ്റ്റ് ഇപ്പൊ ഒരു ലവറുള്ള ആളാണെങ്കിൽ ബെസ്റ്റിയുടെ കൂടെ പോകുന്നു എന്നുള്ള രീതിയിൽ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബെസ്റ്റി എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ, ബെസ്റ്റി എന്നുള്ള കൺസെപ്റ്റ് ഒരിക്കലും മോശമല്ല. ഒരു തെറ്റുമില്ല. പിന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പ്, ഈ ബെസ്റ്റി എന്നുള്ള മെയിൻ ആയിട്ട് എല്ലാവരും പറയുന്ന സെക്ഷുവൽ റിലേഷൻഷിപ്പ്, അത് ആണിനും പെണ്ണിനും ഇടയിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ സെക്സിനെ തന്നെ വലിയ എന്തോ ഇതായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ബ്യൂട്ടിഫുൾ ഗേൾ, ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പുള്ളിക്ക് അറിയാൻ പറ്റും, നമുക്കിപ്പോ ഞാനും ബെസ്റ്റ് ഫ്രണ്ടും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അറിയാൻ പറ്റും. ഇയാളുടെ വാക്കും കേട്ട് കെട്ടിപ്പിടിക്കാനെങ്ങനെ നിന്നാ രണ്ടിടത്തിനും ഡിസ്മിസ് ചെയ്തോളെ പറഞ്ഞേക്കാം. തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അറിയാൻ പറ്റും. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അറിയാൻ പറ്റും. അത് നമ്മളോട് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല, പുള്ളിക്ക് അത് അറിയാൻ പറ്റും. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് പാടും, അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? കുഞ്ഞിന് എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ, തീരില്ല. അത് മതി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇപ്പൊ തന്നെ വൺ നൈറ്റ് സ്റ്റാൻഡും ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് ഒക്കെ പോലെ ഒരുപാട് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നേക്കാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ലെസ്റ്റിലേക്ക് എല്ലാവരും ഒതുങ്ങി പോകുന്നത്? ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇല്ലാത്തത് എന്താണ്? ലവ് ഇല്ലാത്തത് ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ് തന്നെ എല്ലാം കിട്ടാം. ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ലവ് ലിസ്റ്റ് കെയർ എല്ലാം ഇപ്പൊ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ശരിക്കും നല്ല കാര്യമാണ്. ഇഷ്ടം പോലെ നല്ലതല്ല. ഈ സെക്സ് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള സംഭവത്തിന് പറയില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും കുഴപ്പമില്ല. ഇല്ല, അത് ലവ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ. കമ്പ്യൂട്ടർ യുഗമല്ലേ, MTV VTV എല്ലാവരും കണ്ടോണ്ടിരിക്കല്ലേ. അതെ, പക്ഷേ ഇതൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉദ്ദേശിച്ചത് സ്നേഹമാണോ കാമമാണോ എന്നാണ്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യന് എന്താ പറയാ? നീ ചോദിക്കുന്നൊക്കെ ഇമാജിനറി ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ആ ക്വസ്റ്റ്യന് എന്താ പറയാ? വാല്യൂ ഇല്ലല്ലോ, വാല്യൂ ഇല്ല. കാരണം ലവിൽ ഒരിക്കലും വേറെ ഒരു അഫെക്ഷൻ അതിൽ വരില്ല. അമ്മച്ചി, ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അമ്മച്ചി എന്നാട്ടെ, ഇവൻ പറഞ്ഞ് ശരിയായിക്കോളൂ.